ഹലോ, നമ്മളിന്ന് കൂർക്ക കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കൂർക്ക എന്നും ശീമക്കിഴങ്ങെന്നും ഒക്കെ ഇതിന് പേര് പറയാറുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. കുറച്ച് കൂർക്ക തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിത് മെഴുക്ക് പുരട്ടി വെക്കാനാണ് പോകുന്നത്. മെഴുക്ക് പുരട്ടി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ കൂർക്ക ഉപയോഗിക്കാം. മെഴുക്ക് പുരട്ടിക്കാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഞാൻ കഴുകി കൊണ്ടുവന്ന കൂർക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് വഴറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വിസിലടുപ്പിക്കാനായിട്ട് അടച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കും. മറ്റ് പാത്രങ്ങളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. കൂർക്കയ്ക്ക് കുറച്ച് വേവ് കൂടുതലുള്ള ഒരു ഇനമാണ്. അതുകൊണ്ട് കുക്കറിൽ തന്നെയാണ് ഞാൻ എല്ലാ സമയത്തും വെക്കാറുള്ളത്. അങ്ങനെ സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മെഴുക്ക് പുരട്ടിയിൽ ചേർക്കാനായിട്ട് സവാള ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സവാള കുനുകുനേന്ന് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് വലിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല, മെഴുക്ക് പുരട്ടിക്കല്ലേ. പക്ഷെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ സവാള എടുക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഒറ്റ വിസിൽ വന്നാൽ മതി. അതിനുശേഷം നമുക്ക് കുക്കർ സ്റ്റൗവിൽ നിന്നങ്ങ് മാറ്റാം. പകരം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇനി അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ കൂർക്ക നന്നായിട്ട് വെന്ത് ഇരിക്കുകയാണല്ലോ, അപ്പോൾ നല്ല സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇനി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂർക്ക വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയിൽ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി അത്ര തന്നെ ചേർത്തിട്ടുള്ളൂ. ഇവിടെ എരിവ് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്തത്. കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക തട്ടിയിട്ട് കൊടുക്കുകയാണ്. അതിലുള്ള വെള്ളവും ചേർത്ത് അങ്ങ് തട്ടിയിട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും മാറ്റുന്നില്ല. ഇനി നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കൂർക്കയിലേക്ക് ഈ അരപ്പും ഈ പൊടികളും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് സെറ്റാവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. നന്നായിട്ട് വെന്തതാണ് എങ്കിൽ കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂർക്ക ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള കാരണം ഇനിയിപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കൂർക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.